ഗൈസ്, ഗുഡ് ഈവനിങ്. ഇന്ന് ജോഗിങ്ങിൻ്റെ ഇടയിൽ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ എൻട്രൻസിൽ എത്തിയപ്പോഴാണ് പതിവില്ലാത്തതുപോലെ ഒച്ചപ്പാടും ബഹളവും വെട്ടവും വെളിച്ചമൊക്കെ. റൺ കൊച്ചിയുടെ 24th എഡിഷൻ മാരത്തോൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബഹളമാണ്. ആക്ച്വലി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നെങ്കിലും ഇതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു പോയതൊന്നും ഞാൻ അറിഞ്ഞിട്ടേയില്ല. അങ്ങനെ നടന്ന് ബീച്ചിലെത്തിയപ്പോഴാണ് ഈ ഒരു സ്റ്റണ്ണിങ് പെർഫോമൻസ് ഞാൻ കാണുന്നത്. മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് ഡാൻസ് ചെയ്ത് ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതെന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇതാണ് ഡെപ്പോ സ്റ്റാർ എന്നുള്ള സ്പോട്ട്. ആക്ച്വലി ഈ ഒരു സ്പിന്നിങ് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. മ്യൂസിക്കും ഡാൻസും സ്പോട്ടും ഒക്കെ കൂടി ചേർന്നുള്ള ഒരു ആർട്ട് ഫോമാണ് ഡെപ്പോ സ്റ്റാർ. ഇത് കൂടി ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അറേബ്യൻ നൈറ്റ്സിലെ മാജിക് കാർപ്പറ്റാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അതിങ്ങനെ സ്പിൻ ചെയ്ത് അതുപോലെ ബൂമറാങ്ക് പോലെ അതെടുത്ത് എറിയുമ്പോൾ തിരിച്ച് കയ്യിൽ വന്നിരിക്കുന്നതുണ്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് സ്പെയിനിൽ ബാർസലോണയാണ് കേട്ടോ. അങ്ങനെ അത് എനിക്ക് കുറച്ച് പിടിക്കാനൊക്കെ തന്നു. ഞാനപ്പോൾ ശരിക്കും നോക്കി ഇത് മാജിക് ആണോ എന്നൊക്കെ. അപ്പോൾ ഈ കുട്ടിയുടെ ഒത്തിരി പെർഫോമൻസ് ഉണ്ട്. അതിൻ്റെ ഇൻസ്റ്റ പേജ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അങ്ങനെ അവിടുന്ന് നടന്ന് നമ്മൾ എത്തിയത് ഡച്ച് ബംഗ്ലാവ് ഹെറിറ്റേജ് ഹോട്ടലിൻ്റെ മുമ്പിലാണ്. കണ്ടില്ലേ? അങ്ങനെ അതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ മുമ്പിൽ നമ്മളൊരു സായിപ്പിനെ കണ്ടത്. ഇന്ന് സായിപ്പിനെ കണ്ട് കുറച്ച് കൊച്ചു വർത്താനം പറയാമെന്ന് വിചാരിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ചെന്നപ്പോൾ അത് ഫ്രാൻസിൽ നിന്നും വന്ന ഫ്രഞ്ച് മാത്രം അറിയാവുന്ന ഒരു അങ്കിളാണ്. അങ്കിള് ഫ്രഞ്ചിലും ഞാൻ ഇംഗ്ലീഷിലും 10 മിനിറ്റ് സംസാരിച്ചെങ്കിലും ഒരു വക ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ആ ഡച്ച് ബംഗ്ലോവിൻ്റെ ഓപ്പോസിറ്റുള്ള ഓഷ്യൻസ് ഒരു എന്താ പറയുക സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇത് ഓഷ്യൻസ് ആണ് ഇതിൻ്റെ പേര്. ഇത് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ കേരള ആൻഡ് ഇറ്റാലിയൻ ഫുഡ് രണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മുമ്പോട്ട് നടക്കുമ്പോൾ അവിടെ വേറെയും ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും കണ്ടോ പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതൊക്കെ ഹോട്ടൽസ് ആണോ അതുപോലെ റെസ്റ്റോറൻറ്റ്സ് ആണോ ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഞങ്ങൾ ദ റോട്ടി റെസ്റ്റോറൻറ്റിന് മുമ്പിലെത്തി. ഇതിന് നല്ല റിവ്യൂ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അങ്ങനെ അത് ലില്ലി സ്ട്രീറ്റിൻ്റെ കോർണറിലാണുള്ളത്. ലില്ലി സ്ട്രീറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നൊരു ദിവസം വരാം. അവിടെ നിന്ന് മുമ്പോട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ആർട്ട് വിശേഷങ്ങൾ കണ്ടല്ലേ. എന്ത് രസമായിട്ടാണ് വരച്ച് വെച്ചിരിക്കുന്നത് അല്ലേ. 3D ആർട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ആ ബേർഡ് ഇങ്ങനെ പറന്ന് പോകുന്ന പോലെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ആവും കേട്ടോ. ഇതാരാ ചെയ്തതെന്നറിയോ? ചെയ്ത ആളുടെ പേര് ഇതാ ഇവിടെ ഉണ്ട്. ആർട്ടിസ്റ്റിൻ്റെ പേര് പറ്റുകയാണെങ്കിൽ വായിച്ചു നോക്കുക കേട്ടോ. അങ്ങനെ മാരത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത സങ്കടവും ഫ്രഞ്ച് മനസ്സിലാവാത്തതിൻ്റെ വിഷമമൊക്കെ കൂടി ഞങ്ങളൊരു ചായയും സവാളജയും കുടിച്ച് കഴിച്ചൊക്കെ അങ്ങനെ അങ്ങ് തീർത്തു. അപ്പോൾ എല്ലാവർക്കും എ വെരി ഗുഡ് ഡേ. എൻജോയ് എവറിബഡി. ബൈ.